ഓ കണ്ടെന്നാ തോന്നുന്നത്, പെട്ടെന്ന് വലിയ അതാ നല്ലത്. ഓടിക്കോ. നീ കുരിപ്പേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നോ? എനിക്ക് പറഞ്ഞെന്താ മനസ്സിലാവാത്തത്? തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എനിക്ക് എന്താണ് ഒരു കുറവ്? തന്നെ കണക്ക് വലിയ കമ്പനി സിയോ അല്ലെങ്കിൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു ഇതൊന്നായിരുന്നെങ്കിലും കൊണ്ട്. പിന്നെ സൗന്ദര്യം ഉണ്ടല്ലോ, എനിക്ക് എന്തൊരു കുറവ്? എനിക്ക് എന്തോന്ന് എസ് പറഞ്ഞാൽ എത്ര കൊല്ലമായിട്ട് ഒരു കൊല്ലമായിട്ട് ഞാൻ ഇറങ്ങി കിടക്കുകയല്ലോ. ഇനിയും എൻ്റെ മനസ്സലിഞ്ഞില്ലേടോ കോൾഡ് മാനെ. പിന്നീട് ഞാൻ നീ ഇവിടെ നിൽക്കായിരുന്നു, എവിടെയൊക്കെ നോക്കി? ഇപ്പൊ ആരാന്ന് പറഞ്ഞു പോയതാ. അയ്യോ, ഇവന്റെ കാര്യം ഞാൻ വന്നു. ഞാനിവിടെ ഉണ്ട്. എനിക്ക് വാ പോവാം. ഇവൻ ഏതാ? അല്ല, ഇതാരാ? ഹായ് അച്ഛമോളെ, എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തേ. അവൻ്റെ ഒരു അച്ഛമോള്. അല്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് വിടും. ഇത് അശ്വിൻ. ആക്ച്വലി എനിക്ക് വീട്ടുകാരുണ്ടെന്ന പ്രപ്പോസൽ ഇന്ന് പരിപാടി കൊടുക്കാമെന്നാണ് പറഞ്ഞു. അതിന് തന്നെ കാണാൻ വന്നത്. ഇവിടെ തേങ്ങയാ പറയുന്നേ. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? ഈശ്വര. അച്ചു, അത് ഞാനത് എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങളെ പുറകെ ശല്യപ്പെടുത്തിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെന്നെ തിരിച്ചിഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷേ അതെല്ലാം വെറും വ്യാമോഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ശുദ്ധിമേറും. നിങ്ങളെ അങ്ങനെ ശല്യപ്പെടുത്തില്ല. ഇതെൻ്റെ വാക്കാണ്. നമുക്ക് വീട്ടിൽ പോവാട്ടോ. ഇല്ല ശ്രുതി, ഞാൻ അശ്വിനെ വിട്ടു കൊടുക്കില്ല. Soon I will make you Ashwati Archer. You are mine. മോൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇനി നിനക്കെന്താ വേണ്ടേ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇടി, നീ എന്തിനാടി അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ എന്നെ നോക്കി ദഹിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ആ മസിൽ ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്ന ആ കൈ കൊണ്ട് എന്നെ ഓങ്ങിയാൽ മതി, ഞാനിവിടെ കിടക്കും. നീക്കൊരാങ്ങളെയാണോ അവിടെ? നാണമല്ലല്ലോ പറയാൻ. അവൻ്റെ പെങ്ങളെ അവൻ്റെ മുന്നിൽ വെച്ച് കരയിപ്പിച്ചിട്ട് അവനൊന്ന് കൊടുക്കാതെ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? എന്തോ എങ്ങനെ സ്വന്തം ആങ്ങളേനും കിട്ടാൻ പോണ കല്യാണ ചെക്കനാണെന്നും പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് ഈ നാണമൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. അതാ എനിക്ക് ആ നേരത്ത് അങ്ങനെ പറയാനാ തോന്നിയത്. അല്ല, നിങ്ങളിവിടെ ഇരിക്കായിരുന്നോ? അതെ ഏട്ടത്തി, നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? അല്ല അല്ല, നിങ്ങളെ ഷോപ്പിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞോ? അല്ല, അച്ചുമോള് തൻ്റെ അജുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെ വിളിച്ചോണ്ട് അത് നമ്മളോട് വരാതെ ഷോപ്പിങ്ങിന് പോയത്. എന്നിട്ട് എന്തായി? വിശേഷങ്ങളൊക്കെ പറ, കേക്കട്ടെ. ബെസ്റ്റ് വിശേഷമല്ലേ? എന്താ ഇപ്പൊ പറയുക? ആളെ എന്നെ കാണേണ്ട താമസം, ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെന്നാണ്. അച്ചുമോൻ്റെ തള്ളു കഴിഞ്ഞെങ്കിൽ ഇനി അച്ചുമോ നടന്ന കാര്യം പറഞ്ഞേ. അച്ചു നീ കരഞ്ഞോ?
എന്താ മുഖമില്ലാതിരിക്കുന്നേ? എന്താ പറ്റി? അശ്വിൻ, എന്താണ് നടന്നേ? കാര്യം പറ. അച്ചു, എന്തായി കേൾക്കുന്നേ? നീ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അതെ ഏട്ടത്തി, ഈ പെണ്ണ്. ഏട്ടത്തി എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 വർഷമായി ഞാൻ പറയാൻ നാണം കിടാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും അങ്ങേർക്ക് ഒരു മാറ്റമില്ല. അതുകൊണ്ട് ജലസടിപ്പിക്കാനാണ് ഞാൻ നോക്കിയത്. ജലസടിപ്പിക്കാൻ അതിന് അർജുന നിന്നെ ഇഷ്ടമാണോ? ഐ തിങ്ക് ഹീസ് ഇൻ ലവ് വിത്ത് ഹർ. I'm damn sure that you are jealous when she told him that I'm her fiancé. ഉഫ്, എന്നെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു. ആ മോയൻകുഞ്ഞിന് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഇവിടെ കോട്ടൈസിൻ്റെ ഈഗോ കാരണം സമ്മതിക്കാത്ത. അയാളുടെ വിചാരം ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണ്. അതിന് അവനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അശ്വിൻ, യു കണ്ടിന്യൂ. അതാ ഞാൻ ഇനി അങ്ങനെ പുറകെ നടക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അറിയോ, 1 വർഷമായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നിന്റെ ഈ ഏട്ടത്തിയുടെ പിറകെ 2.5 കൊല്ലം നടന്നത്. 2.5 കൊല്ലം. അർജുൻ, യു കണ്ടിന്യൂ. അതാ ഞാൻ ഇനി അങ്ങനെ പുറകെ നടക്കില്ലെന്നും വേറെ കല്യാണം കഴിക്കാൻ പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. 2 മാസം ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങാമെന്നായിരുന്നു. വെയിറ്റ് മാസ് ഡയലോഗ്? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടത് ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നു. മുതലക്കണ്ണീര് കാണിച്ചാണ് അവിടെ മാസ് ഡയലോഗ് അടിക്കുന്നത്. അത് മുതലക്കണ്ണീരൊന്നുമല്ല, ശരിക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. നിനക്കറിയോ, ഈ കഴിഞ്ഞ വർഷത്തിൽ ആദ്യമായിട്ട് അങ്ങനെ നച്ചെന്ന് വിളിക്കുന്നത്. ഒന്നെങ്കിൽ കുരുപ്പ്, അല്ലെങ്കിൽ കുട്ടി, അതും അല്ലെങ്കിൽ മിസ് അശ്വതി മേനോ എന്നുവല്ല ആയിരിക്കും. അതുമല്ല, ഐ നോ വാട്ട് ഹി വാസ് ഗോയിങ് ടു സേ ഫർദർ. എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ നീ വീട്ടുകാരെ പറയുന്ന ആളെ കിട്ട്, സന്തോഷമായിട്ട് ജീവിക്കുക, നിനക്ക് എന്നെക്കാട്ടും വേറെ ഒരാളെ കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അല്ലാതെ ഞാൻ കാര്യങ്ങളൊന്നും വിചാരിച്ചതായില്ല. ബട്ട് ഇനി ഞാൻ അയാളെ പുറകെ പോകില്ല, ഇതെൻ്റെ വാക്കാണ്. കണ്ടറിയാം. അല്ല, ഇയാൾ എന്താ ചെയ്യുന്നേ? ഐ മീൻ, ഇയാളുടെ ജോലി എന്താ? ഞാൻ പാരീസിലായിരുന്നപ്പോഴും അച്ചുവിനെ വിളിച്ച് അജു എന്ന് പറയുന്നില്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അതിലേ ഞാൻ ലാൻഡ് ചെയ്തപ്പം തന്നെ എൻ്റെ പൂജക്കുട്ടീനെ പോലും കാണാൻ പോവാതെ ഇവളോട് എൻ്റെ അളിയനെ, ഐ മീൻ അജുവിനെ കാണാൻ വന്നത്. അപ്പോൾ നിനക്കറിയില്ലേ, ഹിസ് നെയിം ഈസ് അർജുൻ ദേവ്, CEO of ദേവാനന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനി. വാട്ട്? അർജുൻ ദേവ്, ദ യങ് ബിസിനസ് മാൻ? ഞാൻ ആർട്ടിക്കിൾസിലൊക്കെ വായിച്ചിട്ടുണ്ട്. ബൈ ദ വേ, എവൻ്റെ ചേട്ടനല്ലേ, ചേട്ടൻ്റെ ബിസിനസ് ഫ്രണ്ട്? അർണവ് ദേവ്, ഹീസ് മൈ ബെസ്റ്റ് ബഡി. അത് പറഞ്ഞപ്പോഴാ അർണവ് ദേവിൻ്റെ ഭാര്യ കാണാൻ നിന്നെ പോലെ ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടിനെയും കണ്ടാൽ ഒരച്ചിൽ വാർത്തയെന്നേ പറയത്തുള്ളൂ. ആണോ? എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. കാണാൻ മാത്രമേ നിന്നെ പോലെയുള്ളൂ, പക്ഷെ ഹൈറ്റ് നിന്നെ കാട്ടിയുണ്ട്. അത് വേണ്ട. അർജുൻ ദേവ്, അർണവ് ദേവ്, ദേവാനന്ദൻ, ഇവർ 3 പേരും കൂടെയാണ് ഈ കമ്പനി നടത്തുന്നത്. അർണവ് ദേവ് ഈസ് മൈ ബെസ്റ്റ് ബഡി. അയാളുടെ സ്മൈൽ കണ്ടാൽ മതി, നമ്മുടെ അന്നത്തെ സ്ട്രെസ് എല്ലാം പോകും. അയാൾ കമ്പനിയിൽ ഒരു എംപ്ലോയിൻ്റെ ദേഷ്യപ്പെടുന്നൊന്നും അങ്ങനെയില്ല. എപ്പോഴും ഒരു സ്മൈല് മുഖത്ത് കാണും. അയാൾക്ക് ഫാമിലി എന്ന് വെച്ചാൽ ജീവനാണ്. ഏറ്റവും ജീവൻ തന്നെ അനിയനെയാണ് അർജുൻ ദേവ്. പക്ഷെ അർജുൻ ദേവ് അർണവ് ദേവിനെ കാട്ടി നേരെ ഓപ്പോസിറ്റ്. അർണവ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു സ്മൈലാണ്. പക്ഷേ അർജുൻ്റെ മുഖത്ത് ആ ഒരു സ്മൈല് കാണാൻ നമ്മളിത്തിരി പാടുപെടും. വളരെ അപൂർവമായിരിക്കും. പക്ഷേ അർജുൻ ദേവിന് ഫാമിലി ഭയങ്കര കഴിയും. എസ്പെഷ്യലി അവൻ്റെ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എല്ലാവരുടെ മുമ്പിലും ഇത്തിരി കോൾഡായിട്ടൊക്കെ നിൽക്കുമെങ്കിലും ചേട്ടൻ്റെ മുമ്പിൽ കുഞ്ഞു വെച്ച ഒരു പക്ഷേ അച്ഛനേക്കാൾ ഇഷ്ടം ചേട്ടനോടാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ വർക്കഹോളിക്കല്ല കേട്ടോ, എല്ലാം ചെയ്യുമെന്ന് വേണം പറയാം. അവർ 2 പേരും കല ഒന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അർണവ് ദേവിന് ഡാൻസ് ഇഷ്ടം. അവനും അർജുനെ കുറിച്ച് ഇപ്പം എന്താ പറയുക, അവൻ ഡാൻസ് കളിക്കും, മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഗാർഡനിൽ പോയിരിക്കും, ചിലപ്പോൾ ഗിത്താറും കൂടെ കാണും. പിന്നെ എല്ലായിടത്തും എംപ്ലോയീസിൻ്റെ അടുത്തെല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്, സ്മൈല് കാണത്തില്ല.
പ്രത്യേകിച്ച് ഓഫീസിൽ. നീ സ്മൈൽ കാണണമെങ്കിൽ അവൻ ചിലപ്പം ഫാമിലീൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ കൂടെയോ ഏട്ടത്തിയമ്മയുടെ കൂടെയോ ഒക്കെ ആയിരിക്കും. പിന്നെ റിലേഷൻഷിപ്പ് കോളേജിൽ പഠിക്കുമ്പോഴും ഇല്ലെന്നാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത്. ബട്ട് ഹീസ് എ ഗുഡ് ബിസിനസ് മാൻ. ഹി നോ ഹൗ ടു ബിസിനസ്. പിന്നെ നമ്മുടെ അച്ഛനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആരായാലും വീണു പോവും. ദേവാനന്ദ്, അർണവ് ദേവ്, അർജുൻ ദേവ്. വാവ്, വാട്ട് എ ട്രയോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നടന്ന കാര്യം പപ്പയും അമ്മയും അറിയാതെ നോക്കണം. പ്രത്യേകിച്ച് പപ്പയുടെ സ്വഭാവം അറിയാലോ. അച്ചു കരഞ്ഞെന്നാണ് പറഞ്ഞ പിന്നെ എൻ്റെ ഏട്ടൻ്റെയും കാര്യം ഖതം ഹോകയാ. നിങ്ങളുടെയൊക്കെ ചർച്ച കഴിയുന്നെങ്കിൽ എനിക്കങ്ങ് അകത്തോട്ട് വരാമോ? അതിനെന്താ വരണ്ട. സബാഷ്, എല്ലാവർക്കും അതിരഞ്ജലികൾ. ആയിരിക്കും വന്നത്. ആയിരിക്കോ? എന്തായാലും അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. ആരായിരിക്കുമെന്ന് നിങ്ങളുടെ ഗസ്റ്റ് കമൻറ്റ് ബോക്സിലാണേ.